ഹലോ, ഹലോ. കേൾക്കത്തില്ലേ? അതെ, ആ, എന്താണ് പാടി, സുഖല്ലേ? സുഖം സുഖം. നിങ്ങളെ ശബ്ദം ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ട്. എന്തോ ഒരു ഭയങ്കര ഇതായിട്ടാ കേൾക്കുന്നത്. ആ, ഇപ്പൊ ഇങ്ങനെ ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയറാ. ആണോ? ആ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. ആ എവിടുന്നാ വിളിക്കുന്നേ? ഖത്തറിന്ന്. ആഹാ. ആണ്. നല്ല അടിപൊളി വീഡിയോസ് ആണ് ചെയ്യുന്നത് കേട്ടാ. ഓക്കെ. ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാം കേട്ടാ. ചെയ്യാം ചെയ്യാം. ചെയ്യണം. ഓ, ചെയ്യുമല്ലോ. നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ചെയ്യണോ? ചെയ്യാ. ഇനി പറഞ്ഞോളി. ചെയ്യുന്ന. എന്നിട്ട് ഏതായാലും നിന്റെ അടിച്ച് നിന്റെ മോന്ത ഞാൻ പൊട്ടിക്കും. ഖത്തറിൽ ഇരുന്നിട്ട് അത്രയും വലിയ കയ്യാ? ഖത്തറിൽ നിന്നിട്ടല്ല, നാട്ടിൽ വന്നിട്ട് മൈര അന്റെ നായിന്റെ മോനെ, നീ എന്ത് കള്ള അഞ്ഞിട്ടൊക്കെയാണ് നായിന്റെ മോനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ? നീ ഇത് റെക്കോർഡ് ചെയ്യണം കേട്ടോ, നായിന്റെ മോനെ. ഞാൻ നമ്പറിലാ വിളിക്കണേ. അതും കൂടി ചേർത്ത് ഇടാം. പോറ നായിന്റെ മോനെ, എന്ത് മൈര് വേണമെങ്കിലും കാട്ടിക്കോ. അടിച്ച് നിന്റെ മോന്ത പൊളിക്കും. നീ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം, അതിനാണ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് കേട്ടാ. നിന്റെ വിചാരം ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലിച്ചാവണം നായിന്റെ മോനെ? എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ തല്ലിച്ചാവണം. അതല്ലടാ നിന്റെ ഒക്കെ ലക്ഷ്യം, നായിന്റെ മക്കളെ. നീ റെക്കോർഡ് ചെയ്തിട്ട് ഇത് വിട്ടിട്ടില്ലെങ്കിൽ അടിച്ച് നിന്റെ മോതയാ പൊളിക്കും. നിന്റെ നമ്പറിനാ വിളിക്കണേ. നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ ലക്ഷ്യം അന്റെ അടിച്ച് നിന്റെ മോത പൊളിച്ച നായിന്റെ മോനെ. നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കല്ലോ നായിന്റെ മോനെ. നായിന്റെ മോനെ, അനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ നായിന്റെ മോനത്? അനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടാ നായിന്റെ മോനെ? അനക്ക് വർഗീയ കലാപം ഉണ്ടാക്കണം നാട്ടിലല്ലേ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിൽ. അടാ നീ മുർത്തതല്ലടാ നായിന്റെ മോനെ. നീ മതത്തിന് പുറത്തു പോയതല്ലേ, പിന്നെ നിനക്കെന്താ എത്ര വലിയ ചൊറിച്ചില് നായിന്റെ മോനെ? നീ മതത്തിന് പുറത്തേക്ക് പോയതല്ലേ? കഴിയാനെന്ത്? നീ നോക്കിക്കോ. ഇതിനുള്ള പണി മൊത്തം നിങ്ങൾ കുറെ ആൾക്കാർ, ജബ്ബാർ മാഷി, നീ ആരിഫ് ഹുസൈനൊക്കെ കുറെ കാലമായിട്ട് മതങ്ങൾ തമ്മിൽ തല്ലിച്ചാവാൻ വേണ്ടി കളിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിനുള്ള പണി നിങ്ങൾക്ക് തരും. ഞങ്ങൾ മുസ്ലിംസ് ഉണ്ണാക്കന്മാരല്ല, കേരളത്തിലുള്ള മുസ്ലിംസ് ഉണ്ണാക്കന്മാരല്ല. നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കുന്നത് ഞങ്ങളെ സഹിഷ്ണുതയോട് മാത്രമാണ് നിങ്ങൾ ജീവിച്ചു പോണത്. ഞങ്ങളെ സഹിഷ്ണുതയോട് കൂടി മാത്രമാണ് നിങ്ങൾ ജീവിച്ചു പോണത്. പറഞ്ഞോ ആധികാരികമായിട്ട് പറഞ്ഞോ. കള്ള ഹദീസും ആയതുകളും വെച്ചിട്ടാണ് നിങ്ങൾ മറ്റുള്ള മതങ്ങളെ ഇടയിൽ. പ്രളയം വന്നപ്പോ പള്ളി തുറന്നു കൊടുത്ത ആൾക്കാരാണ് മുസ്ലിംസ്. പ്രളയം വന്നപ്പോ പള്ളി തുറന്നു